ജോസഫേ, ജോസഫേ, ഒന്ന് വിടുവാ. എന്താ അവിടെ പോയി നിൽക്കുന്നേ? ഞാനോ ത്രേസമ്മേ എന്റെ അടുത്തുക. ആ നാട്ടിൽ പോയി പോട്ടെ. അയ്യോന്റെ കയ്യിലെടുക്ക്. വാക്കത്തി വേണേ, വാക്കത്തി. മമ്മട്ടി ഞാൻ എടുത്തോണ്ടല്ലോ. ജോണി, ആ മമ്പട്ടി എടുത്ത് കൊണ്ടുപോവാ. എത്ര തവണ വരോട് പറഞ്ഞാലും ഇന്നത്തെ ദിവസങ്ങളിൽ അത് കൊണ്ടുപോട്ടെ. നിങ്ങൾ ആജ്ഞാപിക്കല്ലോ. നമ്മളൊക്കെ സുഹൃത്തുക്കളാ. നമ്മൾ സന്തോഷത്തിന്റെ ദിവസമല്ലേ. നടന്ന അപ്പുറത്തേക്ക് നടന്നാ. ഞാൻ ഇവിടെ ഞാൻ വളർത്തോളാം. ഞാൻ ഇവിടെ വളർത്തോളാം. ഈ ചലിക്കുന്ന സ്ഥലത്ത് ഞാൻ വളർത്തോളാം. കന്നിവയൽ വരമ്പത്ത് നെൽമണികൾ കൂട്ടമായി നിന്നിടല്ലോ. എന്തൊരു സന്തോഷം. കൺമണി, കൺമണിയെ പോലെയാണ് നെൽമണി. ഈ പാട്ട് പാടുന്ന പോലെ. നീ എന്താ എന്റെ കല്യാണത്തിന് പോവുക? ഓരോ ഭാഷ പൗഡറൊക്കെ മാറ്റി വെക്കണി. ഒന്ന് വേഗം നടക്ക്. സമയം മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ അങ്ങോട്ട് പോകും. ജോസഫെ, തേവിക്കൊണ്ടിരിക്കോ? കുറച്ച് വേദനാണ്. ഇതൊക്കെ പറഞ്ഞു തന്നെ. കൃഷിക്കാരല്ലേ നിങ്ങളൊക്കെ? ഈ ചളിയൊക്കെ ഈ ചളിക്ക് എന്തൊരു മണാണ്. ഈ വളത്തിന്റെ വിലയെക്കാളും എന്താ വളത്തിന്റെ ഒക്കെ വില. എന്നാൽ ഈ ചളിയിട്ട് എന്താണില്ല. ഇതൊക്കെ അല്ലേ നമ്മൾ തിന്നുന്നത്. നമ്മളൊക്കെ വളരെ സന്തോഷല്ലേ. എത്ര വർഷമായി ഇതൊക്കെ നശിച്ചു പോയില്ലേ. പ്രളയമൊക്കെ വന്നിട്ട് മുഴുവൻ പ്രളയമല്ലായിരുന്നു. എന്റെ വേളാങ്കട്ടി മാതാവേ, രക്ഷിക്കണേ എന്റെ അയ്യപ്പ. ഈ വർഷമെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടുത്തി തരണേ. ഈ കർഷകരെയൊക്കെ രക്ഷപ്പെടുത്തണേ. എന്താ നോക്കി നിൽക്കുന്നേ? ഒരു മിനിറ്റ് ഞാൻ മുറുക്കിക്കോട്ടെ. ഈ ഞാട്ടി നടനൊക്കെ കന്നിവയൽ വരമ്പത്ത് നെന്മണികൾ. പുകയില് പഴയ കാലത്തെ പുകയിലത്ത് ഇത്ര സുഖമില്ല. എന്താണ് ജോസഫ്? ഒന്ന് വേഗം നോക്ക്. ജോണി, 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 ആ ഏത്തപ്പഴം ഒന്ന് കൊണ്ടു കൊടുക്ക്. ഞാൻ ജന്മിക്ക് ജന്മി എന്നുള്ളതല്ല, പറഞ്ഞു പോയതാ. പഴയ കാലത്താണ് ഈ ഭൂമിയൊക്കെ നമുക്ക് പതിച്ചു തന്നതല്ലേ. അത്ര നല്ല നല്ല സർക്കാരല്ലേ പഴയ കാലത്ത്. അവര് പതിച്ചു തന്നപ്പോ ഈ ഭൂമിയൊക്കെ ഓരോ കഷം തുണ്ടമായി നമുക്കും കിട്ടി. നിങ്ങൾക്കറിയോ, പഴയ കാലത്ത് എന്റെ അപ്പനെ അമ്മയും ഈ ചെടിയിലാ ചവിട്ടിക്കൊന്നത്. ആ ചെടിയിൽ ചവിട്ടിക്കൊന്ന ഈ ഭൂമി എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടി. എത്രയോ ത്യാഗങ്ങൾ അനുഭവിച്ചവരാണ് ഇവിടുത്തെ കർഷകർ, കർഷക കുടുംബങ്ങൾ. അവരെല്ലാം ആർക്കു വേണ്ടി ജീവിച്ചു? നമ്മളെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ ജീവിച്ചില്ലേ? ഈ ചളി ജോസഫേ, ആ ഞാറെവിടെയാ കൊണ്ടുവച്ചത്? അവിടെയാ? വയസ്സായില്ലേ? ഇതൊക്കെ താല്പര്യം കൊണ്ട് ഇങ്ങനെ നടന്നു പോവുക കൃഷിയൊക്കെ. പക്ഷേ ഇഷ്ടമാണ് കേട്ടോ. കൃഷി എന്ന് പറഞ്ഞാല് നമുക്ക് ഒരാൾക്ക് മാത്രമല്ലല്ലോ. എന്റെ മക്കളൊക്കെ പറയാ കൃഷിയൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് വരാൻ. നടത്തിയിട്ടെന്നാ ഞാൻ വിചാരിച്ചത്. നിർത്തി എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നടത്തിയെന്ന നമ്മളൊക്കെ ഇവര് പറയും നിർത്തി. പണമല്ലേ. പണം വളയോ മണ്ണിലിട്ടാലല്ലേ എല്ലാം വിളയുന്നത്. ഇത് കണ്ടില്ലേ? ഈ പ്രളയം വന്നതാണ് നമുക്കൊക്കെ
കഷ്ടപ്പാടാക്കിയതല്ലേ? ഇനി അത് എന്താണിപ്പം പ്രളയം വരുമോ? ഇല്ല, ഇനി വരട്ടൊന്നുമില്ല. നമ്മുടെ ദൈവങ്ങളില്ലേ ഇവിടെ, പ്രളയമൊന്നും വരൂല. പറഞ്ഞില്ല അപ്പോഴേക്കാ കൊടുങ്കാറ്റ് പോലെയല്ലേ, കൊടുങ്കാറ്റ് പോലെ. ഇതാ മഴ പെയ്ത് ജോസഫേ ബജ്ജി കെട്ടെ ഞാനോ പോയി പറഞ്ഞു പുല്ലല്ല പോണേ മക്കളെ ഒന്ന് നേരത്തെ പിടിക്കേ. എല്ലാം നശിച്ചു പോയല്ലേ എന്റെ അയ്യപ്പ, എല്ലാം നശിച്ചു പോയല്ലോ. എത്ര ദൈവങ്ങളാ നമ്മൾ എല്ലാം നശിച്ചു. ഇനി സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വയ്യ. അയ്യോ എല്ലാം നശിച്ചു പോയി. നശിച്ചു. ഇനി എന്റെ കുടുംബം ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല. തൂങ്ങും. ഈ മരം നമ്മുടെ ഹൃദയത്തിന് ഇനിയും വെക്കണം. ഇത്തരം കൃഷിയിടങ്ങൾ ഇനിയും വേണം. ഞാൻ മരിക്കില്ല, കർഷകൻ മരിക്കരുത്. നമ്മളെല്ലാം ഒന്നിച്ചു നിന്ന് പ്രകൃതിയെയും എല്ലാം പൊരുതിക്കൊണ്ട് കാർഷിക വൃത്തി വീണ്ടും വലുതായി തീരണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഒറ്റയ്ക്കായി പൊരുതണം.